പരീക്ഷണങ്ങൾക്ക് രണ്ട് അവസ്ഥയാണ്. ഒന്ന് സ്വർഗീയ അവസ്ഥ, ഒന്ന് നാരകീയ അവസ്ഥ. സന്തോഷങ്ങൾ, ആയാസങ്ങൾ, സുഖങ്ങൾ, ഗുണങ്ങൾ, നന്മകൾ, ഇതെല്ലാം സ്വർഗീയ അവസ്ഥയാണ്. ഭൂമിയിൽ ചിലപ്പോൾ സ്വർഗീയ കാറ്റ് അടിച്ചു വീശും. സന്താപങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, സാംസ്കാരികമായ അധപ്പതനങ്ങൾ, ഇതെല്ലാം നാരകീയമായ അവസ്ഥയാണ്. ഭൂമിയിൽ ചിലപ്പോൾ നാരകീയമായ കാറ്റും അടിച്ചു വീശും. ഈ രണ്ട് അവസ്ഥകളിൽ നിന്ന് വിശ്വാസിയും കൂർമ്മ ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ പഠിക്കേണ്ട പാഠം, ഇതിൽ ഞാൻ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരിക്കലും അസുഖം ഒരാൾ സെലക്ട് ചെയ്യൂല, വേദന തിരഞ്ഞെടുക്കൂല, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാൻ ആർക്കും ഇഷ്ടം ഇല്ല, ദുഃഖങ്ങളെ തീരെ ഇഷ്ടമില്ല, പ്രതിസന്ധികൾ ഒരു മനുഷ്യനും തൃപ്തിപ്പെടില്ല. പിന്നെ എന്താണ് മനുഷ്യൻ തിരഞ്ഞെടുക്കുക? മനുഷ്യൻ ആയാസങ്ങളെ തിരഞ്ഞെടുക്കും, സന്തോഷങ്ങളെ തിരഞ്ഞെടുക്കും, സമാധാനങ്ങളെ തിരഞ്ഞെടുക്കും, വിജയത്തെ തിരഞ്ഞെടുക്കും, സത്യത്തെ തിരഞ്ഞെടുക്കും, ഉപകാരങ്ങളെ തിരഞ്ഞെടുക്കും, ലാഭങ്ങളെ തിരഞ്ഞെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പരീക്ഷണം, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നഹ വഇലൈനാ തുർജഊൻ, ഉപദ്രവമായ കാര്യങ്ങളെ കൊണ്ടും പരീക്ഷിക്കും, നന്മയായ കാര്യങ്ങളെ കൊണ്ടും പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ എന്ന ബോധത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. അപ്പോൾ ഈ രണ്ട് അവസ്ഥയിൽ നിന്നും നാം എങ്ങനെ പാഠം തിരഞ്ഞെടുക്കും? ഇനി വഇലൈനാ തുർജഊൻ, അല്ലാഹുവിലേക്കാണ് മടക്കം, ഇവിടെ ശാശ്വതമല്ല. ആ ലോകത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ആ ലോകം രണ്ടും സമ്മിശ്രമല്ല, അത് മിശ്രിതമല്ല. സ്വർഗവും മിശ്രിതമല്ല, നരകവും മിശ്രിതമല്ല. എന്നാൽ ദുനിയാവ്, മരണത്തിന് മുമ്പുള്ള ജീവിതം മിശ്രിതമാണ്. ഇവിടെയുള്ള സുഖങ്ങൾ അത് സ്വർഗത്തിലെ ആനന്ദത്തെ നമുക്ക് പഠിപ്പിക്കുന്നു. ഇവിടെയുള്ള അസുഖങ്ങൾ അത് നരകത്തിലെ പ്രയാസത്തെ നമുക്ക് പഠിപ്പിക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ളവൻ ചിന്തിക്കും, എനിക്ക് പ്രയാസങ്ങളാണോ അടുത്ത ജീവിതത്തിൽ വരേണ്ടത്, അതല്ല ആയാസങ്ങളാണോ അടുത്ത ജീവിതത്തിൽ വരേണ്ടത് എന്ന് ബുദ്ധിയുള്ളവർ തിരഞ്ഞെടുക്കും. അതാണ് ഒരു പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തെ ന്യൂനമായാണ് പടച്ചത്. രണ്ടാമത്തെ പാഠം, സ്വർഗീയ ലോകം അന്യൂനമാണ്, നരകം ന്യൂനമാണ്. അതായത് സ്വർഗത്തിൽ കുറവുകളില്ല, പൂർണ്ണതകളേ ഉള്ളൂ. നരകം അങ്ങനെയല്ല, നരകത്തിൽ കുറവുകളേ ഉള്ളൂ, പൂർണ്ണതയേ ഇല്ല. അപ്പോൾ പൂർണ്ണതയുള്ള സ്വർഗീയ അവസ്ഥയാണോ ഒരു മനുഷ്യന് വേണ്ടത്, കുറവുകളുള്ള നാരകീയ അവസ്ഥയാണോ ഒരു മനുഷ്യന് വേണ്ടത് എന്നവൻ മനസ്സിലാക്കണം. ഇത് രണ്ടും മിശ്രിതമാണ് ദുനിയാവ്. അപ്പോൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മിശ്രിതമായ സ്വഭാവമുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല. നിങ്ങൾ വിദേശത്തേക്ക് ഇവിടുന്ന് ഒരു ജോലിക്കാരനെ കൊണ്ടുപോയി, നിങ്ങളെ കുടുംബത്തിലുള്ള ഒരുത്തന അവിടെ പോയപ്പോൾ ഒരു ദിവസം അവൻ പണിക്ക് പോവും, രണ്ടാമത്തെ ദിവസം വീട്ടിൽ കടന്നുറങ്ങും, റൂമിൽ ഉറങ്ങും, പിന്നെ ഇടക്ക് പണിക്ക് പോവും, ഇടക്ക് ഉറങ്ങും. അങ്ങനത്തെവരെ നിങ്ങൾ കൊണ്ടുപോവോ? കൊണ്ടുപോവില്ല. എന്തുകൊണ്ട്? അവനിൽ ന്യൂനത ഉണ്ട്. ഒരു വസ്തു നിങ്ങൾ മേടിക്കുമ്പോൾ, ഒരു മെഷീൻ വാങ്ങി, ആ മെഷീൻ ഇടക്ക് നല്ല ഉഷാറായി വർക്ക് ചെയ്യും, ഇടക്ക് ഉഷാറായി വർക്ക് ചെയ്യും, ഇടക്ക് അതിൽ നിന്ന് ഷോക്ക് വരും. നിങ്ങൾ വാങ്ങോ? ആ ബ്രാൻഡ് നിങ്ങൾ ഒഴിവാക്കും. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് ഒരു ഭർത്താവിനെ സെലക്ട് ചെയ്തു. ആ ഭർത്താവാകട്ടെ ഒരു ദിവസം മാന്യമായി പെരുമാറും, പിറ്റേ ദിവസം അടിയും തൊഴിയും, മൂന്നാമത്തെ ദിവസം അതിലേറെ മാന്യമായി പെരുമാറും, നാലാമത്തെ ദിവസം അതിലേറെ അടിയും തൊഴിയും. അങ്ങനത്തെവർ നിങ്ങൾ സെലക്ട് ചെയ്യോ? ഇല്ല. എന്നാൽ ദുനിയാവിനെ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ദുനിയാവിനെ സെലക്ട് ചെയ്യണമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കണം. സ്വർഗം സുഖത്തിൻ്റെ ലോക, അത് ലഭിക്കാത്തവന് പിന്നെയുള്ളത് നരകാണ്. അതിലേറെ സുഖം ദുനിയാവാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഒരിക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പറയാ, നബിയെ യുഖ്രിഉക സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് സലാം പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഉഹദ് പർവ്വതം കണക്കെയുള്ള സ്വർണത്തിന്റെ കൂമ്പാരം അങ്ങേക്ക് വേണമെങ്കിൽ അങ്ങയോട് പിന്തുടരും. വറാവദത്തുൽ ജിബാൽ എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. ഉഹദ് പർവ്വതത്തിന്റെ അത്ര സമാനമായ സ്വർണം, ഉഹദ് പർവ്വതമോ അല്ലെങ്കിൽ അതിനോളം സമാനമായ സ്വർണത്തിന്റെ പർവ്വതം നിങ്ങളുടെ പിന്നാലെ വേണമെങ്കിൽ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്രയും സമ്പത്ത് തരാം. അപ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ദുനിയാ ദാറു മല്ലാ ദാറല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാ, താഴ്മ കാട്ടി. എന്നിട്ട് പറഞ്ഞു, ഇന്ന ദുനിയാ ദാറു മല്ലാ ദാറല, ഇത് വീടില്ലാത്തവന്റെ വീടാണ്. വമാലു മല്ലാ മാലല, സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ്. വലഹാ യജ്മഉ മല്ലാ അഖിലല, ബുദ്ധിയില്ലാത്തവർ അതിനെ ഒരുമിച്ച് കൂട്ടും. വഅലൈഹാ യുആദി മല്ലാ ഇൽമല, ജ്ഞാനമില്ലാത്തവർ അതിനു വേണ്ടി കിടമത്സരം നടത്തും. വഅലൈഹാ യഹ്സുദു മല്ലാ ഫിഖ്ഹല, ശാസ്ത്രമറിയാത്തവർ, യഥാർത്ഥ അറിവില്ലാത്തവർ അതിനു വേണ്ടി അസൂയ വെക്കുകയും ചെയ്യും. വലഹാ യസ്ആ മല്ലാ യഖീനല, ദൃഢമായ വിജ്ഞാനമില്ലാത്തവർ, ഉറപ്പുള്ള വിജ്ഞാനമില്ലാത്തവർ, അഖീദയിൽ വിശ്വാസം, കൃത്യമായ വിശ്വാസമില്ലാത്തവർ, ദൃഢമായ ഉഖ്റവിയായിരിക്കുന്ന സുഖസൗകര്യങ്ങളെയും സ്വർഗീയ ലോകത്തെയും നാരകീയ അവസ്ഥകളെയും കുറിച്ച് ബോധമില്ലാത്തവർ, അവർ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് മത്സരിച്ച് നടക്കും, പരിശ്രമിച്ച് നടക്കും. അതുകൊണ്ട് ദുനിയാവ് എനിക്ക് ആവശ്യമല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ദുനിയാവിൽ നന്മയാണ് വേണ്ടത്. ദുനിയാവിനൊരു പ്രശ്നമുണ്ട്. ദുനിയാവിൽ നന്മയുണ്ടാവും തിന്മയുണ്ടാവും, അത് പ്രശ്നമാണ്. അതാണ് പ്രശ്നം. മിശ്രിതമാണ് ദുനിയാവ് എന്നുള്ള വില നമുക്ക് പരീക്ഷണങ്ങൾ അറിയിച്ചു തരും.